ഉമേഷ്, ഗുഡ് ഈവനിങ് ഉമേഷ്. ഇതിപ്പോൾ നമ്മൾ അതിരാവിലെ മുതൽ ഈ കല്ലറ പൊളിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നേരത്തെ സജോ പറഞ്ഞതുപോലെ കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടത് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും തന്നെ കാത്തിരിക്കുകയായിരുന്നു എന്താണ് സംഭവിക്കുക. ആകാംക്ഷയും കൗതുകവും എല്ലാം ഉണ്ടായിരുന്നു, ഒരുപാട് വിമർശനങ്ങളും ഉയർന്നിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത് സ്വാഭാവികമായ മരണം എന്ന് തന്നെയാണ്. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. അതിൻ്റെ രാസപരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടുകൾ എപ്പോഴാകും വരിക? അതിനുശേഷം മാത്രമാകുമല്ലോ ഒരു അന്തിമ തീരുമാനത്തിലെത്തുക. ഗുഡ് ഈവനിങ്. എന്തായാലും നിലവിൽ പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം തുടരന്വേഷണം എങ്ങനെ വേണമെന്ന് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം ശേഷം ചില നിഗമനങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ അടക്കമുള്ളവർ പറയാറുണ്ട്. ആ പറയുന്ന നിഗമനങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. അതുപ്രകാരം ഇത്തരത്തിൽ അസ്വാഭാവിക മരണം എന്ന രീതിയിലുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല. എന്നാൽ സ്വാഭാവിക മരണമെന്ന് ഉറപ്പിച്ച് പറയുന്നുമില്ല. അതെന്തായാലും രാസപരിശോധന ആന്തരിക അവയവങ്ങളുടെയും മറ്റ് ശാരീരിക രക്തം അടക്കമുള്ളവയുടെയും എല്ലാം രാസപരിശോധനാ ഫലം വരേണ്ടതുണ്ട്. നിലവിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായി പരിശോധിച്ചത്. ഒന്ന്, എന്തെങ്കിലും വിഷമോ മറ്റെന്തെങ്കിലും കെമിക്കലോ ശരീരത്തിൽ കഴിച്ച ശേഷമാണോ ഇത്തരത്തിൽ ഒരു മരണത്തിലേക്ക് പോയത് എന്നുള്ള പരിശോധന. സാധാരണ വിഷം കഴിച്ച് മരിക്കുന്നവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും ഈ ഗോപൻ സ്വാമിയുടെ ശരീരത്തിൽ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത തള്ളുകയാണ്. രണ്ടാമത്തേത്, മരിക്കുന്നതിന് മുൻപേ തന്നെ ഈ സമാധി തറയിലേക്ക് എത്തുകയും അതിനുശേഷം മൂടുകയുമാണ് ഉണ്ടായതെങ്കിൽ ശ്വാസം മുട്ടി മരിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്നുള്ള സാധ്യത പരിശോധിച്ചു. അത്തരത്തിൽ ശ്വാസകോശത്തിൽ ഭസ്മത്തിൻ്റെയോ മറ്റ് ആ കർപ്പൂരത്തിൻ്റെയോ ഒന്നും അംശം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സാധ്യതയും വിരളമാണ് എന്നാണ് വിലയിരുത്തുന്നത്. മൂന്നാമത്തെ സാധ്യത, ഈ ഇത്തരത്തിൽ ശരീരത്തിൽ മറ്റെന്തെങ്കിലും മുറിവുകളോ ക്ഷതങ്ങളോ ഏൽക്കുകയും അതേ തുടർന്ന് അത് മരണകാരണമായി മാറുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു. അത്തരത്തിൽ ആദ്യം ഇൻക്വസ്റ്റിൽ തന്നെ ശരീരത്തിൽ മറ്റ് മുറിവുകളോ ക്ഷതങ്ങളോ ഉണ്ടായിരുന്നില്ല. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിലും അത്തരത്തിൽ ക്ഷതങ്ങളോ മുറിവുകളോ ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല. ഈ 3 സാധ്യതകൾ പരിശോധിച്ച ശേഷമാണ് അസ്വാഭാവിക മരണത്തിനുള്ള സാധ്യത കുറവാണ് എന്നുള്ള നിഗമനത്തിലേക്ക് ഇപ്പോൾ ഫോറൻസിക് വിഭാഗം എത്തിയത്. പക്ഷേ ആന്തരിക അവയവങ്ങളുടെ അടക്കം രാസപരിശോധനയ്ക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ 2 ആഴ്ചയെല്ലാം എടുക്കാറുണ്ട് ഇത്തരത്തിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വരാൻ. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരാഴ്ചയ്ക്ക് തന്നെ റിപ്പോർട്ട് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച തന്നെ അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സമർപ്പിക്കും. അതിനനുസരിച്ച് കൂടുതൽ വ്യക്തത വരും. എന്തായാലും നിലവിൽ അസ്വാഭാവിക മരണത്തിനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ഫോറൻസിക് സർജന്മാർ വിലയിരുത്തുന്നത്. സീനിയർ ഫോറൻസിക് സർജന്മാർ തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കെല്ലാം മേൽനോട്ടം വഹിച്ചതും. എന്തായാലും ഏകദേശം 2 മണിക്കൂറിലധികം എടുത്തു ഈ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തീകരിക്കാൻ. ഇൻക്വസ്റ്റ് നടത്തിയ സ്ഥലത്ത് തന്നെ ആദ്യം ഉമേഷ്, ഒരു സംശയം, ഈ രാസപരിശോധനാ ഫലം വരുന്നത് വരെ കുടുംബത്തിന് കാത്തിരിക്കേണ്ട എന്നതാണോ? അവർക്ക് സംസ്കാരം നടത്താം അതിന് മുൻപ് എന്നുണ്ടോ? സ്വാഭാവികമായി അത്തരത്തിൽ ഒരു മരണം സംഭവിച്ചാലും സാധാരണ ഒരു മരണം സംഭവിച്ചാലും ഒരുപക്ഷെ ഒരു ആത്മഹത്യ ഒരു സ്ഥലത്ത് സംഭവിച്ചാൽ ഇതേ രീതിയിലുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. അതിന് പോലീസ് ഈ ആവശ്യമുള്ള സാമ്പിൾ എടുത്തിട്ട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള സാധാരണ നടപടിക്രമമാണ് ഇവിടെയും പാലിച്ചിട്ടുള്ളത്. അതായത് സാമ്പിൾ എടുത്തു, ആവശ്യമുള്ള പോസ്റ്റ്മോർട്ടം നടത്തി, അതിനുശേഷം ആവശ്യമുള്ള സാമ്പിൾ എടുത്തു. ഇനി മൃതദേഹത്തിന് അവകാശികൾ അടുത്ത ബന്ധുക്കളാണ്, അവർക്ക് മൃതദേഹം വിട്ടുകൊടുത്തു. ഇനി അവരുടെ വിവേചനാധികാരമാണ് എപ്പോൾ എങ്ങനെ സംസ്കരിക്കണം എന്നുള്ളതെല്ലാം. എന്തായാലും അത് അവർ നടത്തും. അതിനൊരു സ്വാഭാവിക നടപടിക്രമമാണ് ഇന്ന് നടന്നത്. അനുജ, സ്മിത. ശരി. ഉമേഷും സജോ ദേവസിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ അത് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു മരണം നടന്നു എന്നുള്ളതല്ല, ഇത്തരം ഒരു ദുരൂഹത, ഇങ്ങനെ ഒരു കാര്യം അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നു. ഈ ഒരു 21-ാം നൂറ്റാണ്ടിലും ഇങ്ങനെ സംഭവിക്കുമോ, ഇതൊക്കെ വിശ്വസിക്കുമോ, അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. നമ്മുടെ കമൻറ്റ് ബോക്സ് കണ്ടാലും അത് തന്നെയാണ്. ഒരുപാട് പേര് ഇതെങ്ങനെയാണ് നടക്കുക എന്നുള്ള കാര്യമാണ്. അപ്പം ഇന്ന് ഏതായാലും കുറേ കാര്യങ്ങളൊക്കെ തെളിഞ്ഞതിൽ അവർ ആശ്വാസം പറയുന്നുണ്ട്. അസ്വാഭാവികതയില്ല എന്ന് ഉള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ നമുക്ക് വലിയ ആശ്വാസമാണ്. അത് എനിക്ക് തോന്നുന്നു അസ്വാഭാവികത ഉണ്ടാവില്ല, സ്വാഭാവിക മരണം തന്നെ ആയിരിക്കാനാണ് സാധ്യത. പക്ഷെ ഇവര് മരിച്ചതല്ല, സമാധിയാണെന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് പലർക്കും സംശയം തോന്നാൻ സാധ്യത ഉണ്ടാവാൻ. അത്ര സന്തോഷിക്കേണ്ട. കുറെ പേര് പറയുന്നത് ട്രോളിയ കുരായണി ആരായി ഇപ്പോൾ എന്നൊക്കെ ചോദിച്ച്. അതായത് ശ്രീനിധയെ ഇവിടെ വിമൻസ് ഈവനിങ്ങിൽ ഇന്നലെ തുടങ്ങി കണ്ടിട്ട് കുറേ പേര് കമന്റ്സ് അയക്കുന്നുണ്ട്. സാരി ഉടുത്തത് ശ്രീനിധയുടെ ചേച്ചിയാണോ, കുരായണിക്ക് ഇവിടെ എന്താണ് കാര്യം, നന്നായി ഇതിൽ വന്നത്, അങ്ങനെ കുറേ കമന്റ്സ് ഉണ്ട്. താങ്ക് യു. അതെ.
അതൊക്കെ എന്തി- പ്രോത്സാഹനമായിട്ട് എന്തിനാ ഇവിടെ എടുക്കുന്നത്? അതൊക്കെ പ്രോത്സാഹനമായിട്ട് തന്നെ നമ്മൾ എടുക്കുന്നു. പിന്നെ അനുജ ഒരു അത് പേര് ഞാൻ മറന്നു. അനുജ ഒരു സൂപ്പർ സ്റ്റാറായി മാറും. അനുജയുടെ ശബ്ദം ചില സിനിമകളിലൊക്കെ കേൾക്കുന്നുണ്ട്, ശരിയല്ലേ എന്ന് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. പറയാണ്ട് സിനിമയ്ക്ക് ശബ്ദം കൊടുത്തില്ലേ? ഞാൻ അറിഞ്ഞിട്ടില്ല. അതാ അനുജയുടെ അദ്ദേഹത്തിന് ശബ്ദം. ഒരുപക്ഷെ തെറ്റിപ്പോയതാ. എനിക്ക് തോന്നുന്നു അനുജയുടെ ശബ്ദം കേൾക്കുമ്പോൾ പലരും അത് ചോദിക്കാറുള്ള ഒരു കാര്യം, കുറച്ച് ഫെമിലിയർ ആയിട്ട്. അതെനിക്ക് തോന്നുന്നു അനുജയുടെ ശബ്ദം തന്നെ നമ്മളിങ്ങനെ കേട്ട് ആ ശബ്ദം അനുജയുടെ ആണോ എന്ന് എന്നോടും പലരും ചോദിക്കാറുണ്ട്. ചില സിനിമയിൽ കേട്ടു, അത് നിങ്ങളുടെ അനുജ ശബ്ദം കൊടുക്കാറുണ്ടോ എന്നുള്ളത്. എന്തായാലും അനുജ ഇതുവരെ അങ്ങനെ സിനിമയിൽ ശബ്ദം കൊടുത്തിട്ടില്ല.